തടവിൽ നിന്നും മോചിതനായ ഇസ്രായേൽ ബന്ദി ഹമാസ് അംഗത്തിന്റെ നെറ്റിയിൽ ചുംബിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഒമർ ഷെംടോവ് എന്ന ഇസ്രായേലി ബന്ദിയാണ് വേദിയിൽ വെച്ച് 2 ഹമാസ് അംഗങ്ങളുടെ നെറുകയിൽ ചുംബിച്ചത്. ഹമാസ് 3 ഇസ്രായേലി ബന്ദികളെ കൂടി റെഡ് ക്രോസിന് കൈമാറുന്ന ചടങ്ങിലായിരുന്നു ഈ അപ്രതീക്ഷിത സംഭവം ഉണ്ടായത്. ഒമർ വെങ്കട്ട്, ഒമർ ടോംഷോവ്, എലിയ കോഹൻ എന്നിവരെയാണ് ഹമാസ് ഇസ്രായേലിനെ കൈമാറിയത്. ഒമർ ഷെം ഹമാസിന് നൽകുന്ന ബഹുമാനമാണ് ലോകം കണ്ടതെന്ന് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നു. അതേസമയം മകൻ പ്രകടിപ്പിച്ചത് സന്തോഷമാണെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് മാൽക്കി ഷെംടോവ് പറഞ്ഞു. എല്ലാവരോടും വളരെ പോസിറ്റീവായി പെരുമാറുന്ന ഉല്ലാസഭരിതമായ വ്യക്തിത്വമാണ് ഒമറിൻ്റെതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട്. 505 ദിവസത്തെ തടവിന് ശേഷമാണ് ഇവർ മോചിതരാകുന്നത്. മോചിതരായ ബന്ദികളുടെ ശാരീരികവും മാനസികവുമായ പരിശോധനയ്ക്കായി ഇവരെല്ലാം IDF കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. 2014 മുതൽ ഗാസയിൽ തടങ്കലിൽ കഴിയുന്ന അവേര മെങ്കിസ്റ്റു, ടാൽ ഷോഹോം എന്നിവരെ റഫേൽ വെച്ചും ഒമർ ഷെംടോവ്, എലിയ കോഹൻ, ഒമർ വെൻകട്ട് എന്നിവരെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചും 2015 മുതൽ തടവിലായിരുന്ന ഹിഷാം അൽ സയ്യിദിനെ ഗാസ സിറ്റിയിൽ വെച്ചും ഹമാസ് വിട്ടയച്ചു. പൊതുയോഗങ്ങളും മറ്റും ഇല്ലാതെയാണ് സയ്യിദിനെ ഹമാസ് വിട്ടയച്ചത്. പലസ്തീൻ കുടുംബത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇസ്രയേൽ ഫലസ്തീൻ പൗരനായ സയ്യിദിനെ ചടങ്ങുകൾ ഇല്ലാതെ മോചിപ്പിച്ചതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചു. 6 ബന്ദികൾക്ക് പകരമായി ഇസ്രയേൽ 620 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ബന്ദികളുടെ വിവരങ്ങൾ ഇതിനകം ഇസ്രയേൽ പുറത്തുവിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലസ്തീൻ ബന്ദികളിൽ 150 പേർ ജീവപര്യന്തം അടക്കമുള്ള തടവ് അനുഭവിച്ചവരാണ്. 2023 ഗാസയിൽ നിന്ന് പിടിച്ച 445 ആളുകളും ഈ സംഘത്തിലുണ്ട്. എന്നാൽ ഈ 620 പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് വൈകുകയാണ്. രാത്രി ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം തടവുകാരെ വിട്ടയക്കുന്നത് വൈകിക്കാനാണ് തീരുമാനിച്ചതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രയേൽ നടപടി വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നു. ഉറ്റവരെയും ബന്ധുക്കളെയും സ്വീകരിക്കാൻ ഗാസയിലും മറ്റും കാത്തിരുന്ന ആയിരങ്ങളാണ് ഇതോടെ നിരാശരായി മടങ്ങിയത്. പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും ഉറപ്പാക്കിയാൽ ബന്ദികളെ ഒരുമിച്ച് കൈമാറാമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രയേൽ അത് അംഗീകരിച്ചിട്ടില്ല. അതിനിടെ വെസ്റ്റ് ബാങ്കിലേക്ക് സൈനിക ടാങ്കുകൾ എത്തിച്ച് വീണ്ടും ഒരു വലിയ ആക്രമണത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.